യെസ്, ഈ ജൂൺ 5 പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ അശ്വതി, നമുക്ക് മറക്കാനാകാത്തൊരു പേര് മാധവ് ഗാഡ്ഗിലിന്റെ തന്നെയാണ്. അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ പരിസ്ഥിതി ദിനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, അടുത്ത കാലത്താണ് മാധവ് ഗാഡ്ഗിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകാം. പശ്ചിമഘട്ടത്തിൻ്റെ പ്രതിരോധം തീർത്ത മാധവ് ഗാഡ്ഗിൽ മൺമറഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പരിസ്ഥിതി ദിനമാണിത്. തകർന്നടിഞ്ഞ പശ്ചിമഘട്ടം ദുരന്തങ്ങൾ കൊണ്ടുവരും എന്ന് അനുഭവ സമ്പത്തുള്ള മഹാശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് കേരളം തള്ളിക്കളഞ്ഞിരുന്നു. 2018 പ്രളയവും തുടർച്ചയായ ഉരുൾപൊട്ടലും മലയാളി മണ്ണിനെ പിടിച്ചുലച്ചപ്പോൾ ഗാഡ്ഗിൽ എന്ന മനുഷ്യനെ എല്ലാവരും തിരിച്ചറിയുകയായിരുന്നു. 2026 ജനുവരി 7 മഹാനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനൽ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. 2011 ഓഗസ്റ്റിലാണ് നിർണായകമായ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. പശ്ചിമഘട്ട സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലൂടെയുള്ള മറുപടി. കൃത്യമായ വീക്ഷണമായിരുന്നു പശ്ചിമഘട്ടം സംബന്ധിച്ച് മാധവ് ഗാഡ്ഗിൽ എന്ന മഹാമനീഷിക്ക് ഉണ്ടായിരുന്നത്. Where there are quarries and the way the quarries are conducted in Kerala, so one particular one, Chembanmudi in Patnamthitta district, the local people were very strongly protesting, and I think some geological survey or some such team had looked at it, and they had also reported that the quarrying activity was definitely leading to landslips. Now landslide is a sort of more larger scale landslips. So quarries certainly are responsible for landslips. Also construction of roads very often carelessly on such slopes in these areas would lead to landslips. Now the quarries require continuous traffic of the metal is being carried down. ഉരുൾപൊട്ടലുകളുടെ തീവ്രത ആഘാതമേൽപ്പിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. I think there are two aspects. Certainly a proper authority coordinating activities is called for, but authority imposing its own bureaucratic regulation is not conducive to either environmental protection or people's welfare. In other areas of Western Ghats, not in Kerala, but these ecologically sensitive areas have been constituted, and the experience is unfortunately negative, because there also the authorities are imposing very selectively what is to be imposed depending on who is the party concerned. The richer the parties, scot-free they go. A walk up the hill, living with people and nature. മനുഷ്യനെ സ്നേഹിച്ച മഹാശാസ്ത്രജ്ഞൻ്റെ ആത്മകഥയ്ക്ക് ഇതല്ലാതെ മറ്റെന്തു പേര്. ജനങ്ങളോടൊപ്പം ജീവിതമെന്ന് അദ്ദേഹം ഹൃദയത്തിൽ എഴുതിവെച്ചു. മണ്ണും മനുഷ്യനും സസ്യജാലങ്ങളും ഉള്ള കാലത്തോളം തകർന്നടിയാറായ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്ന് മനുഷ്യരോട് പറഞ്ഞ് വിട പറഞ്ഞ ആ മഹാശാസ്ത്രജ്ഞനെ നമുക്ക് ഓർക്കാം. ഓരോ പുൽനാമ്പിനും ഈ ലോകത്തിനു വേണ്ടി, മഹാപ്രപഞ്ചത്തിനു വേണ്ടി നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന തിരിച്ചറിവോടെ. ന്യൂസ് ഡെസ്ക്, ജനം. അങ്ങനെ പച്ചയായ ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത്. 2018 മഹാപ്രളയം മുൻകൂട്ടി പ്രവചിച്ചതാണ്. അതായത് മാധവ് ഗാഡ്ഗിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ പശ്ചിമഘട്ട പ്രദേശത്തു കൂടി സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളുമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ എഴുതി വയ്ക്കുകയാണ്, കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അന്ന് നിങ്ങൾ എന്നെപ്പറ്റി ഓർക്കും എന്ന് കൃത്യമായി പറഞ്ഞ മനുഷ്യനായിരുന്നു. കൃത്യം 2018 നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രളയം വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും വലിയ ദുരന്തം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷകൻ കൂടിയായിരുന്നു ഈ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. ഒരു പോരാളി, പ്രകൃതിക്ക് വേണ്ടി പോരാടിയ ഒരു പോരാളി.